ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ്. പുറത്തുണ്ടായിരുന്ന മത്സരാർത്ഥികൾ 10 പേരാണ്. 4 പേർ അവിടെ പവർ റൂമിലും ഒരാൾ ക്യാപ്റ്റനും. 5 പേര് അപ്പോൾ സേവ്ഡ് ആണ്. ബാക്കി 10 പേരാണ് നോമിനേഷനിലേക്ക് വരേണ്ടിയിരുന്നത്. പക്ഷേ 10 പേരും നോമിനേഷനിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ 7 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ശരണ്യയാണ് അവിടെ പവർ റൂം നേരിട്ട് ഡയറക്റ്റ് നോമിനേഷനിൽ വരുത്തിയത്. പിന്നെ വന്ന 6 മത്സരാർത്ഥികൾ ശ്രീരേഖ 9 വോട്ടുകളും അവിടെ പിന്നീട് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് ശ്രീധുവിനായിരുന്നു 7 വോട്ടുകൾ, ജിൻഡോയ്ക്ക് 3 വോട്ടുകൾ, നന്ദന 5, സിജോ 3, അപ്സര 2. അർജുൻ 1 വോട്ട് കിട്ടി. പക്ഷെ 1 വോട്ട് കിട്ടിയത് കൊണ്ട് നോമിനേഷൻ വരാത്തത് കൊണ്ട് അർജുൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ നോമിനേഷനിൽ വരാത്ത 3 മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് അർജുൻ, സായി, ജാസ്മിൻ. സായിക്കും ജാസ്മിനും ഒരൊറ്റ വോട്ട് പോലും വീണില്ല എന്നുള്ളതാണ്. അർജുൻ ഒരെണ്ണം വീണു, പക്ഷെ നോമിനേഷനിൽ വരില്ല. എന്തായാലും 7 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ശരണ്യ, ശ്രീരേഖ, അപ്സര, ജിൻഡോ, ശ്രീധു, സിജോ, നന്ദന എന്നിവരാണ് ഇപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുന്ന മത്സരാർത്ഥികൾ. ഇവരിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ് സോണിൽ നിന്നിരുന്ന കുറച്ച് മത്സരാർത്ഥികളുണ്ട്. അവരാണ് ഇപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അവർ സേഫ് ഗെയിമേഴ്സ് ആണ് എന്നതിൽ പുറമെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന മത്സരാർത്ഥികളാണ്. ശ്രീരേഖയാണെങ്കിലും അവിടെ ശരണ്യാണെന്നുണ്ടെങ്കിലും നന്ദനയാണെന്നുണ്ടെങ്കിലും. അതുകൊണ്ട് ഇവരിൽ ആര് പുറത്തു പോകും എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. ഈ ആഴ്ച അവർക്ക് 2 പേരെ പുറത്താക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ശ്രീരേഖയോ ശരണ്യയോ നന്ദനയോ ആർക്ക് വേണമെങ്കിലും 2 പേർ പോകാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കിയുള്ള മത്സരാർത്ഥികൾ അതിനുശേഷമേ പോകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആഴ്ച ചിലപ്പോൾ 2 പേരെ പുറത്താക്കാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ഇതിൽ ആര് പുറത്തു പോകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ശ്രീരേഖയും നന്ദനയും ശരണ്യയും തന്നെയാണ്.